ഗുരുഗ്രാം നഗരത്തിലേക്ക് പ്രഖ്യാപിച്ച ഏറ്റവും പുതിയ ആഡംബര പാർപ്പിട പദ്ധതിയുടെ വിൽപ്പന വൻ വിജയമെന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ DLF ലിമിറ്റഡ്. ഗുരുഗ്രാമിൽ നിർമ്മിക്കുന്ന പുതിയ ടൗൺഷിപ്പിൻ്റെ ഭാഗമായ പ്രവാന നോർത്ത് എന്ന പദ്ധതിയിലെ 11,000 കോടി രൂപയുടെ ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകൾ ഒരാഴ്ച കൊണ്ട് വിറ്റുപോയതായി DLF അറിയിച്ചു. രാജ്യത്തെ ആഡംബര പാർപ്പിട മേഖലയിൽ നടന്ന ഏറ്റവും മൂല്യമേറിയതും വേഗത്തിൽ വിജയം കൈവരിച്ചത് പദ്ധതിയായും ഇത് മാറിക്കഴിഞ്ഞു. 50-ലധികം നിലകളുള്ള 6 വമ്പൻ ടവറുകളിലെ 1152 വിശാലമായ 4 BHK അപ്പാർട്ട്മെൻറ്റുകൾ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലക്ഷറി റെസിഡൻഷ്യൽ പദ്ധതികളൊന്നാണ് ഗുരുഗ്രാമിലെ DLF പ്രവാന നോർത്ത്. ഒരാഴ്ച കൊണ്ട് ഏറ്റവും പുതിയ പദ്ധതിയുടെ വിൽപ്പന പൂർത്തീകരിച്ച പശ്ചാത്തലത്തിൽ DLF ഓഹരി ഇത് എങ്ങനെയൊക്കെ സ്വാധീനിക്കാമെന്നും നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ആദ്യം നിക്ഷേപകർക്കുള്ള സൂചനകൾ എന്തൊക്കെ? ദേശീയ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ നിന്നും കേവലം 30 കിലോമീറ്റർ മാത്രം അകലെയുള്ള സാമ്പത്തിക വ്യവസായ ഹബ്ബായ ഗുരുഗ്രാമിൽ വിഭാവനം ചെയ്തിരിക്കുന്ന പ്രവാന നോർത്ത് എന്ന അത്യാഡംബര പാർപ്പിട പദ്ധതിയുടെ വമ്പൻ വിജയത്തോടെ രാജ്യത്തെ ലക്ഷറി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ DLF കമ്പനികളുടെ മേധാവിത്യം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. മുംബൈയിലും ഗോവയിലും ഉൾപ്പെടെ കൂടുതൽ ആഡംബര പാർപ്പിട പദ്ധതികൾ വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ DLFിൻ്റെ വിറ്റൊരവ് 20,000 മുതൽ 22,000 കോടി രൂപ വരെ ആകാമെന്നാണ് നിഗമനം. അതുപോലെ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവരിൽ നിന്നും ഇന്ത്യൻ പ്രവാസികളിൽ നിന്നും DLFിൻ്റെ പദ്ധതി കിട്ടിയ മികച്ച പ്രതികരണം രാജ്യത്തെ ലക്ഷറി റെസിഡൻഷ്യൽ വിപണിയിലുള്ള വിശാലമായ ഡിമാൻഡിനെ സൂചിപ്പിക്കുന്ന ഘടകവുമാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് യൂണിറ്റുകൾ വാങ്ങിയിട്ടുള്ളത് എന്നതിനാൽ ലക്ഷറി ഫ്ലാറ്റുകളെ നിക്ഷേപമായി പരിഗണിക്കുന്ന പ്രവണതയും തെളിഞ്ഞു വരുന്നു. DLF പ്രവാന നോർത്തിന് വിജയം മറ്റുള്ള റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ കമ്പനികളുടെ ആത്മവിശ്വാസം ഉയർന്ന ഘടകമായതിനാൽ കൂടുതൽ ലക്ഷറി പ്രീമിയം പ്രോജക്റ്റുകളുമായി രംഗത്ത് വരാൻ പ്രേരണയാകുന്നു. റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചുകൂടെ ഭവന വായ്പ പലിശ നിരക്ക് താഴ്ന്നു തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ഓഹരിയെ എങ്ങനെയൊക്കെ സ്വാധീനിക്കും? ഗുരുഗ്രാമിലെ പ്രവാന നോർത്ത് പദ്ധതിയുടെ മിന്നുന്ന വിജയം DLF കമ്പനിയുടെ വരുമാനത്തെയും ബ്രാൻഡ് മൂല്യത്തെയും ഉയർത്താൻ സഹായിക്കുന്ന ശക്തമായ ഒരു പോസിറ്റീവ് ഘടകമായി മാറുന്നതാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ DLF ഓഹരിയിൽ രേഖപ്പെടുത്തിയ 15% മുന്നേറ്റവും ഇതിന് അടിവരയിടുന്നു. അതേപോലെ ഉയർന്ന വിലയുള്ള ലക്ഷറി ഫ്ലാറ്റുകളുടെ വിൽപ്പന തകൃതിയായി നടക്കുന്നതിലൂടെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ അഥവാ പണമൊഴുക്കിനെ മെച്ചപ്പെടുത്തുകയും അതുവഴി DLFിൻ്റെ ബാലൻസ് ഷീറ്റ് ശക്തിപ്പെടുകയും ചെയ്യുന്നു. ഇത് 2026-27 സാമ്പത്തിക വർഷങ്ങളിലേക്കുള്ള പദ്ധതികൾക്ക് ആവശ്യമായ മൂലധന പര്യാപ്തതയ്ക്ക് സഹായിക്കുന്ന ഘടകമായി മാറും. അതേപോലെ ആഡംബര സൗകര്യങ്ങളോടെയുള്ള സംയോജിത ടൗൺഷിപ്പ് മാതൃകയിൽ നിർമ്മിക്കുന്ന പാർപ്പിട പദ്ധതികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രാജ്യത്തെ പ്രീമിയം റിയൽ എസ്റ്റേറ്റ് വിഭാഗത്തിൽ കമ്പനിയുടെ സുസ്ഥിര വികസനത്തിന് DLFിനെ സഹായിക്കുന്ന തന്ത്രപരമായ സമീപനമാകാൻ സാധ്യതയുണ്ട്. ഇത് കമ്പനിയുടെ ദീർഘകാലങ്ങളുടെ സാധ്യതകളെ ശക്തിപ്പെടുത്തും. വമ്പൻ പ്രോജക്റ്റുകൾ യഥാസമയം പൂർത്തീകരിച്ച് ഉപഭോക്താക്കൾക്ക് കൈമാറുന്നതിലെ കഴിവും പുതിയ പദ്ധതികളിലും വിജയം ആവർത്തിക്കാൻ സാധിക്കുന്നതും DLFിൻ്റെ മാറ്റു വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അതിനാൽ 2026 സാമ്പത്തിക വർഷത്തിലേക്കുള്ള പ്രതീക്ഷിത വരുമാനത്തിന് കണക്കുകൾ അടിസ്ഥാനമാക്കി വിവിധ ബ്രോക്കറേജ് സ്ഥാപനങ്ങളും അനലിസ്റ്റുമാരും DLF ഓഹരിയിൽ റേറ്റിംഗ് ഉയർത്താനുള്ള സാധ്യതയും ശക്തമാണ്. ഇതും ഈ ലാർജ് ക്യാപ്പ് ഓഹരിയെ ഹ്രസ്വ അളവിൽ ഗുണപരമായി സ്വാധീനിക്കാവുന്ന ഘടകവുമായി മാറും. എന്തായാലും ഗുരുഗ്രാമിലെ പ്രവാന നോർത്ത് പദ്ധതിയുടെ വിജയം DLF ഓഹരിയുടെ സമീപഭാവിയിലേക്കുള്ള അവലോകനത്തെ പോസിറ്റീവാക്കി മാറ്റുന്നതാണെന്ന് ചുരുക്കം. അതേസമയം സമ്പദ്ഘടനയിലും പലിശ നിരക്കിലുമൊക്കെ സംഭവിക്കാവുന്ന മാറ്റങ്ങൾ DLFിനെ സ്വാധീനിക്കാമെന്ന റിസ്ക് ഘടകങ്ങളെയും വിസ്മരിക്കരുത്. ബുധനാഴ്ച രാവിലെ 850 രൂപ നിലവാരത്തിലാണ് DLF ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഡിസ്ക്ലെയിമർ: മേൽ സൂചിപ്പിച്ച DLF ഓഹരിയുമായി ബന്ധപ്പെട്ട വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കമ്പനിയെക്കുറിച്ച് വിശദമായ പഠനം നടത്തുകയോ SEBI അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.